വെൽക്കം ടു ബാലുസ് വ്ലോഗ്സ്. അങ്ങനെ ഒരു അടിപൊളി ബിഗ് ബോസ് സീസൺസ് തുടക്കം ആരംഭിച്ചിരിക്കുന്ന കിഡിലൻ ഒരു സർപ്രൈസോട് കൂടിയാണ് ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. എല്ലാ മത്സരാർത്ഥികൾക്കും നല്ല 7ന്റെ അല്ല 8ന്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരോടും ഈ ആഴ്ചയിൽ ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയില്ലാത്ത ഒരാളുടെ മുഖത്ത് ഷേവിങ്ങിൻ്റെ ഫോം പുരട്ടുവാനാണ് ആവശ്യപ്പെട്ടത്. നമ്മളെല്ലാവർക്കും അറിയായിരുന്നു, തുടക്കം മുതലേ ഒറ്റപ്പെടലിൻ്റെ പ്രൊവോക്കിങ്ങിൻ്റെ ചുറിയുന്ന ഒരു ഗെയിമാണ് കോമണറായിട്ട് വന്ന അനീഷ് കളിച്ചുകൊണ്ടിരുന്നത്. അനീഷ് എന്നപ്പോൾ തെളിച്ചു കഴിഞ്ഞു, പുള്ളി ഒരു കോമണറല്ല, ഒന്നാം തരം മത്സരാർത്ഥിയാണ്. ഇനി അനീഷിന് കോമണർ എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല, നല്ല ഒന്നാം തരം മത്സരാർത്ഥിയാണ്, നല്ല ഒന്നാം തരം മരുന്നുള്ള ഒരു കണ്ടൻ്റാണ് താനെന്ന് പുള്ളി തെളിയിച്ചു കഴിഞ്ഞു. ആ പുള്ളി ഉദ്ദേശിച്ചതുപോലെ തന്നെ എല്ലാവരും പുള്ളി ഇട്ട് കൊടുത്ത വള്ളിയിൽ പിടിച്ച് തൂങ്ങി. അപ്പാനി ശരത്തും അഭിഷേകും എല്ലാവരും പുള്ളി ഇട്ട് കൊടുത്ത വള്ളിയിൽ പിടിച്ച് പുള്ളിയുടെ മെക്കിട്ട് കയറി ഒന്നാം തരം പണി മേടിച്ചിരിക്കുകയാണ്. അവരുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് വിപരീതമായി ബിഗ് ബോസ് അനീഷിനെയാണ് ഈ ആഴ്ചത്തെ, അതായത് ബിഗ് ബോസ് 7ന്റെ ആദ്യത്തെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല ഒന്നാം തരം പണിയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് അവർക്ക് 8ന്റെ പണികൾ തന്നെയായിരിക്കും. 7ന്റെ ഒന്നുമല്ല, 8ന്റെ പണികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള പണികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വിശദമായിട്ട് കടന്നു നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അല്ലാണ്ട് നമുക്ക് യാതൊരു കാരണവശാലും മുന്നോട്ട് പോകും. കാരണം നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ഈ കണ്ടസ്റ്റന്റിനെ കുറിച്ച് അഭിപ്രായം, നിങ്ങൾ ആരുടെ ഫാനാണ്, ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഇത് ഈ ചാനൽ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നിങ്ങൾ ആരൊക്കെ ആരെ സപ്പോർട്ട് ചെയ്യുന്നു, ഓരോരുത്തരുടെയും വിലയിരുത്തൽ എന്താണ് നമുക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക തന്നെ വേണം. അല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഇതിൽ ശ്രദ്ധേയരായിട്ടുള്ള ആരൊക്കെയാണ് ഇപ്പോൾ ശ്രദ്ധേയരായിട്ടുള്ള മത്സരാർത്ഥികളെന്ന് നമുക്ക് വിലയിരുത്താം. അതിൽ ഇനി വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യണം. ഓരോ കണ്ടസ്റ്റന്റിനെ കുറിച്ചും അവരുടെ ഇതുവരെയുള്ള പെർഫോമൻസിനെ കുറിച്ചിട്ടും ഇപ്പോൾ നമുക്ക് അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണ് എന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് വ്യക്തമായിട്ട് ചർച്ച ചെയ്യാം. ഒരു ഇൻട്രാക്ഷൻ പോലെയാണ്. നിങ്ങളുടെ കമൻറ്റ് കൂടി പരിഗണിച്ചിട്ടായിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉടനെ തന്നെ ഇപ്പോൾ തന്നെ ആ ബെൽ ബട്ടൺ അമർത്തുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയെല്ലാം ചെയ്യുക. തുടർച്ചയായിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പം നിങ്ങളത് ചെയ്യുക. കാരണം എന്നാലേ അത് നമുക്കിത് ഗംഭീര വിജയമായിട്ട് മാറ്റി തീർക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും അമാന്തിക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.